വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആയ അശ്വതി ആൻഡ്രൂസ് ആദംസ്വർത്ത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് എങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു മീൻ അച്ചാറാണ്. അതിനുവേണ്ടി നമുക്ക് 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. തളമോദയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് മീൻ അച്ചാറിന് വേണ്ടി ഞാൻ 1 കിലോ മീൻ, അതായത് തളമോദയാണ് എടുത്തത്. അത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പം ഞാനതിന് വേണ്ടി 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക്, ഇവ ചേർത്ത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഈ പിക്കിള്. കാരണം മീനിനൊക്കെ വില കുറയുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് മീനച്ചാറൊക്കെ ഇടുന്നത്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴത്തേന് ഈ തളമോദയ്ക്കൊക്കെ വലിയ വിലയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ കുറച്ച് അച്ചാറുണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഞാനിത് എല്ലാം അരച്ച് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു പാൻ വെച്ചിരിക്കുകയാണ്. അടുപ്പിൽ വെച്ചു. അടുപ്പ് ഓണാക്കിയിട്ട് ഈ പാൻ ചൂടാകുകയാണ്. ചൂടാകുമ്പോൾ ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് ഈ മീനച്ചാർ ഉണ്ടാക്കുന്ന മീൻ വറുത്ത് കോരുന്നത്. നല്ലെണ്ണയ്ക്കകത്താണ്. നല്ലെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീനിടാവുന്നതാണ്. നമ്മുടെ നല്ലെണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് മീൻ ഇടാവുന്നതാണ്. നമ്മുടെ മീനൊക്കെ ഏകദേശം മൂത്തു. ഇനി നമുക്ക് ഇത് കോരി എടുക്കാവുന്നതാണ്. കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടെ ഇടാവുന്നതാണ്. ഇവിടെ നമ്മൾ രണ്ടാമത് 1 കിലോയാണ് എടുത്തിരുന്നത്. ആദ്യം 1/2 കിലോ ഇട്ട് വറുത്തു. ഇനി അടുത്തതോടെ ഇടുകയാണ്. ഇനി ഇതൂടെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത മസാലകളൊക്കെ ചേർത്ത് റെഡിയാക്കാവുന്നതാണ്. രണ്ടാമത്തെ ട്രിപ്പ് മീനും ഫ്രൈ ആയിരിക്കുകയാണ്. ഇത് നമുക്ക് വറുത്ത് കോരാം. ഇനി നമുക്ക് മസാലയൊക്കെ ഇത് ചെയ്തതിന് ശേഷം റെഡിയാക്കാവുന്നതാണ്. മസാല റെഡിയാക്കാനായിട്ട് മറ്റൊരു പാൻ ഞാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് വീണ്ടും കുറച്ച് നല്ലെണ്ണ എടുത്തു. മറ്റേ വറുത്ത നല്ലെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ അരപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് തന്നെ ഞാൻ വഴറ്റാഞ്ഞത് മറ്റുള്ളവയൊന്നും. അപ്പം അതവിടെ ഇരിക്കട്ടെ. അതിനകത്ത് നമുക്ക് അത് തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നല്ലെണ്ണയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു പാനിലേക്ക് വീണ്ടും നല്ലെണ്ണ കുറച്ചെടുത്തു. ഇനി ഒന്ന് കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാവുന്നതാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇടാം.
ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ധാരാളം ചേർക്കാം, കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റല്ലേ. അതുപോലെ മീനാണെങ്കിലും കുറച്ച് വലുതായിട്ട് വേണം. തീരെ ചെറുതാണെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇത് നല്ലവണ്ണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒത്തിരി ക്രിസ്പി ആകരുത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒരുമാതിരി ഒന്നായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മൂത്ത് പോയാൽ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു 3/4 ഭാഗം മൂപ്പയാകത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു. അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറണം. അതിനുശേഷം കുറച്ച് ഉപ്പ് നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കിന് അതിനകത്ത് പരട്ടിയിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവൂ, അല്ല ഉപ്പ് കൂടിപ്പോവും. ഇതായി കഴിയുമ്പോൾ നല്ലവണ്ണം ഇളക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരി ചേർത്തു. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത ആ മീൻ അതിലേക്കിടാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മീൻ അതിലേക്കിടാം. അധികം കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതേപോലെ മീനൊക്കെ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കഴിക്കാൻ നല്ലതാണ്, നല്ല സൂപ്പറാണ്. ഒരു മെഴുക്കുവരട്ടിയും ഒരു മീനച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിരിക്കും നമ്മുടെ ഊണൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ നല്ല ടേസ്റ്റാണ്. വീട്ടിലുള്ള നമ്മൾ അധികം വേറൊന്നും ഇപ്പം വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നുമല്ല ഇതെല്ലാം. മീനൊക്കെ നമുക്കിപ്പം വളരെ സുലഭമായി കിട്ടുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ഇതേപോലെയൊക്കെ ഇട്ട് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ മീനൊക്കെ ചേർത്ത് നമ്മുടെ അച്ചാറൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ സൂപ്പറാണ്. വേറെ കറികളൊന്നും അധികം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ശകലം ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാം. ഊണ് നല്ല എന്താ പറയുന്നത്, നല്ല സ്വാദിഷ്ടമായ ഒരു ഊണ് ഇതിൻ്റെ കൂടെ ആകാം. മീനച്ചാറ് ഭയങ്കര ടേസ്റ്റുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ല. ഇപ്പം മീനൊക്കെ ആണെങ്കിലും വളരെ സുലഭമായി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ മീനച്ചാറ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ല, എക്സ്ട്രാ ഒന്നും ഇതിനകത്തില്ല. മീൻ മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങുന്നത് അല്ലേ. ബാക്കി പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അല്ലേ. കാശ്മീരി മുളക് പൊടിയൊക്കെ, അതുപോലെ തന്നെ കായം ഒരു ശകലം കൂടി ലാസ്റ്റാണ് ഞാൻ ചേർത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കായത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ എന്ന് പറയുമ്പം വളരെ എന്താ പറയുന്നത്, കായം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് കണ്ടോ. ഞാൻ ലാസ്റ്റാണ് കായ ഇട്ടത്.
കാരണം അമ്മയൊക്കെയാണെങ്കിൽ കായ ആദ്യം ചേർക്കും പിന്നെയും ചേർക്കുന്നതാണ് ലാസ്റ്റ്. പക്ഷെ ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു നല്ല സ്മെൽ അങ്ങോട്ട് വരും. അപ്പോൾ തന്നെ എനിക്ക് ചോറുണ്ണാനായിട്ട് തോന്നാറുണ്ട്. ഈ കായം അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്മെൽ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓടിപ്പോയി അമ്മ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ കായം ചേർത്ത് കഴിയുമ്പോഴത്തേ ആ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓടിപ്പോയി ഞാൻ ചോറൊക്കെ എടുത്ത് ഉണ്ണുമായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുവാണ്. അപ്പം ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മീനച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.